നീ അവിടെ കേറിയോ? ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെസ്റ്റിനേഷൻ ട്രിപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മാങ്കമേഡേഴ്സിലെ പാർട്ട് 3 കാഴ്ചകളാണ്. അപ്പോൾ പാർട്ട് 1ഉം 2ഉം കാണാത്തവർ തീർച്ചയായും പോയി കാണണം, ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് നേരെ പാർട്ട് 3 കാഴ്ചകളിലേക്ക് പോകാം. ഇവിടെ നിന്നാണ് കേട്ടോ നമ്മൾ സൈക്കിളോ അല്ലെങ്കിൽ ഗോ കാർട്ടോ ഒക്കെ എടുക്കുന്ന സ്ഥലം. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ വന്ന് നമ്മുടെ പേരും ഡീറ്റെയിൽ കൊടുത്ത് നമ്മൾ 100 രൂപ ഡെപ്പോസിറ്റുമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇവിടുന്ന് സൈക്കിളോ അല്ലെങ്കിൽ ഗോ കാർട്ടോ തന്നു വിടുകയുള്ളൂ. ഗോ കാർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഇരുന്ന് ചവിട്ടുന്ന 4 വീലുള്ള സൈക്കിൾ തന്നെയാണ് കേട്ടോ. നമുക്ക് അരമണിക്കൂറാണ് ഇവിടെ ഇവർ ഫ്രീ ആയിട്ട് സൈക്കിളും ഗോ കാർട്ടും യൂസ് ചെയ്യാൻ അനുവദിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള ഓരോ അരമണിക്കൂറിൽ 50 രൂപ വെച്ചിട്ട് പേയ്മെൻ്റ് ഉണ്ട്. അപ്പം ഇപ്പോൾ വലിയ തിരക്കൊന്നുമില്ല, ചിലപ്പം തിരക്കുണ്ടായിരുന്നപ്പോൾ വെച്ച റൂളായിരിക്കും. ഇപ്പോൾ ഒരുപാട് സൈക്കിളൊക്കെ വെറുതെ ഇരിപ്പുണ്ട്. നമ്മൾ അരമണിക്കൂർ നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. അരമണിക്കൂർ കൊണ്ട് ഞങ്ങൾക്ക് ഫുള്ളൊന്ന് കവർ ചെയ്ത് വരാമെന്നാണ് പ്ലാന്. അപ്പോൾ നമുക്ക് നേരെ സൈക്കിളും കൊണ്ട് പോകാം. ഇങ്ങനെ തള്ളിക്കൊണ്ടാണ് മുന്നേ ചവിട്ടാൻ പറ്റണില്ലേ? വർഷങ്ങൾക്ക് ശേഷം കേട്ടോ സൈക്കിൾ ഓട്ടുന്നത്. ഒരു 10 വർഷമായി കാണും. ഈ സൈക്കിൾ ഓട്ടിയിട്ടില്ല, ബൈക്കിലല്ലേ. പിന്നെ സൈക്കിള് ബാലൻസൊക്കെ അങ്ങ് കിട്ടുന്നില്ല ശരിക്കും. ഇവിടുത്തെ ഫാമാണ് കേട്ടോ, എല്ലാം ഉണ്ടല്ലേ. എല്ലാം ഉണ്ട്, ഇവിടെ ഇല്ലാത്തൊന്നുമില്ല. ടർക്കിക്കോഴി ഏത് അവിടെ കിടപ്പുണ്ട്. എവിടെ പന്നിക്കോഴി? അയ്യോ ഇത് മറ്റേ കട്ടയാ. ഫോണടിക്കാൻ ചോദിച്ചു. അരമണിക്കൂർ ഫ്രീ ആണ് സൈക്കിള്. അരമണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ 100 രൂപ വെച്ചാൽ മേടിക്കും. 100 രൂപ നമുക്ക് സെക്യൂരിറ്റി കൊടുക്കണം. അപ്പോൾ സൈക്കിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെക്കുന്ന ഇതിൽ ചവിട്ടി കറങ്ങാം. ആദ്യം ഫുള്ള് ഞങ്ങളൊന്ന് നടന്നു, ലാസ്റ്റാണ് സൈക്കിൾ കണ്ടത്. സൈക്കിൾ എടുത്ത് ഒന്നുകൂടി വന്ന വഴിക്കൊക്കെ ജസ്റ്റ് ഒന്ന് കറങ്ങി. ആദ്യം സൈക്കിൾ എടുക്കുവാണ് അരമണിക്കൂർ കൊണ്ട് നമുക്ക് വെക്കുന്ന ചുറ്റി കറങ്ങാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ പോകാം സൈക്കിളിൽ. നല്ല രസമുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ സൈക്കിളിൽ പോകാനായിട്ട്. അടിപൊളി, എന്ത് നല്ല കാറ്റാ. നോക്കല്ലേ ചേട്ടാ. ഇതാണ് ഇവിടുത്തെ വാലന്റൈൻസ് ഗാർഡൻ. പ്രണയിക്കാൻ ഒരിടം എന്നൊരു കൺസെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു അടിപൊളി ഒരു പ്ലേസാണിത്. പാത്രമായിട്ടോ? എങ്ങനെ കീറിയിട്ടോ? ഓ, ഇത് അതിന്റെ തൊണ്ടാണോ? ഇപ്പൊ ഇതിന്റെ ഉള്ളിലെങ്ങോ? പച്ചക്കറി എന്തെങ്കിലും പ്രശ്നം? വിഷം വല്ലതാണോ? വിഷമൊന്നുമില്ല, പച്ചക്കറി തിന്നാറില്ല. ഇത് രണ്ടായതുകൊണ്ട് ബൗളുകളാക്കി നടുവേ തിരുവട്ടക്കായി മൂട്ടിട്ടില്ല. അപ്പൊ ഇത് ഇവിടെ ഇപ്പൊ എന്നാ ചെയ്യണം? ഇത് പറിച്ചിട്ട്
അതൊരു പാത്രമായിട്ട് ഉണ്ടാക്കും. ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ അവിടെ? ബുദ്ധഭിക്ഷുക്കളുടെ ഭക്ഷണപാത്രമായ തിരുവട്ടക്കായ ഉണ്ടാകുന്ന മരമാണ് കേട്ടോ ഇത്. പണ്ട് കാലങ്ങളിൽ ഫുഡ് കഴിക്കാനായിട്ട് ഇത് ഉണങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ രണ്ടായി കീറി പാത്രം പോലെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കായാണിത്. ഇത് വളരെ റെയർ ആയിട്ടുള്ള ഒരു മരമാണ് കേട്ടോ. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇത് നട്ടുവെച്ചിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ മൺകല ചട്ടി നിർമ്മാണ ഏരിയ. അതിനോട് ചേർന്ന് തന്നെ ഒരു വാട്ടർ ATM ഉണ്ട്. അപ്പോൾ നമ്മൾ 5 രൂപ 10 രൂപ കോയിൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞിരിക്കുന്ന അത്ര ലിറ്റർ വെള്ളം നമുക്ക് അവിടെ നിന്ന് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ ചേട്ടനോട് ഇത് ഉണ്ടാക്കുന്ന കാണിച്ചു തരാമെന്ന് ചോദിച്ചപ്പോൾ തന്നെ ചേട്ടൻ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കാൻ തുടങ്ങി. ഇവിടുന്ന് മൺപാത്രങ്ങൾ അല്ലെങ്കിൽ മൺരൂപങ്ങൾ ഉണ്ടാക്കിയിട്ട് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് തന്നുവിടും. അപ്പം അതിനായിട്ട് നമുക്ക് 100 രൂപയുടെ ടിക്കറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. അതിനായി നമ്മൾ എൻട്രി ഫീ എടുക്കുമ്പോൾ തന്നെ അവർ ചോദിക്കും, ഇവിടെ ഇങ്ങനെ ഒരു മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഏരിയ ഉണ്ട്, അപ്പം അവിടെ ഉണ്ടാക്കി കൊണ്ടുപോകാനായിട്ടുള്ള ടിക്കറ്റ് എടുക്കണമെന്ന് അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് നമ്മളെ കൊണ്ട് തന്നെ അവർ ഓരോ സാധനം ഉണ്ടാക്കുന്ന രീതി കാണിച്ചു തരും. എന്നിട്ട് നമ്മളെ കൊണ്ട് തന്നെ ഉണ്ടാക്കിപ്പിച്ചിട്ട് ആ പാത്രത്തിൽ നമ്മുടെ പേര് എഴുതിത്തരും, മണ്ണും കൊണ്ട് തന്നെ എഴുതിത്തരും. എന്നിട്ട് നമ്മൾ ഈവനിങ് പോകുന്ന സമയം അത് ഉണങ്ങി നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് തന്നുവിടും. അപ്പം ഞങ്ങൾ ഇത് ഉണ്ടാക്കാനുള്ള ഒരു ടിക്കറ്റ് എടുത്തില്ലായിരുന്നു കേട്ടോ. അപ്പം ചേട്ടൻ ജസ്റ്റ് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളതൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. ഇത് നമുക്ക് കൊണ്ടുപോകാനായിട്ട് തന്നുവിടില്ല. ഇതാണ് കേട്ടോ ചേട്ടൻ ഉണ്ടാക്കിയ മൺപാത്രം. അപ്പം നമ്മൾ ഏത് ഷേപ്പിലാണ് വേണ്ടതെന്നൊന്നും പറഞ്ഞില്ല. ചേട്ടൻ ജസ്റ്റ് ഒരു ചെറിയ ഒരു പാത്രം ഉണ്ടാക്കി കാണിച്ചു എന്നേ ഉള്ളൂ. ഇതാണ് കേട്ടോ ഇവിടുത്തെ കൊട്ടവഞ്ചി സർവീസ് ഏരിയ. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ കൊട്ടവഞ്ചി എടുക്കുന്നത്. ആ ഏരിയ കാണുന്ന അത്രയും ഭാഗത്തോടെ നമുക്ക് കൊട്ടവഞ്ചിയും കൊണ്ട് പോകാം. ഒരുപാട് വലിയ ഏരിയ ഒന്നും അല്ല, ഒരു ചെറിയൊരു കുളമാണ്. എന്നാലും അത്യാവശ്യം നമുക്ക് പോകാനുള്ള ഉണ്ട്. ഞങ്ങൾക്ക് തൊട്ട് മുമ്പ് വേറൊരു ഫാമിലി കൊട്ടവഞ്ചി എടുത്തുകൊണ്ട് പോയതാണിത്. ജസ്റ്റ് ഞങ്ങൾ അവരെങ്ങനെ പോയെന്നൊക്കെ നോക്കിയിട്ടാണ് ഞങ്ങൾ എടുത്തത്. ഇതിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ആട്ടോ നമ്മൾ നന്നായിട്ടൊന്ന് കെയർ ചെയ്യേണ്ടത്. നമ്മൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമില്ല, ഇത് മറയൂല. പിന്നെ നമ്മൾ അത് കയറി എണീറ്റ് നിൽക്കുക അങ്ങനെയൊന്നും ചെയ്യാതിരുന്നാൽ മതി. ഇത് കയറുമ്പോൾ നമ്മൾ ചവിട്ടുമ്പോൾ ആ ഭാഗം വെക്കുന്ന താഴാനും ചെരിയാനൊക്കെ ഉള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അത് മാത്രം നമുക്കൊന്ന് ശ്രദ്ധിച്ചിട്ട് സ്ലോയിലൊന്ന് കയറിയാൽ മാത്രം മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അനങ്ങിയൊന്നും കുഴപ്പമില്ലല്ലോ. ആദ്യമായിട്ടാട്ടോ ഞാനൊരു കൊട്ടവഞ്ചി തുഴയുന്നത്. കൊട്ടവഞ്ചിയിൽ ഇതിനു മുമ്പ് കയറിയിട്ടുണ്ട്, പക്ഷെ തുഴഞ്ഞിട്ടില്ല. അത് വെച്ചിട്ട് അങ്ങോട്ട് ചെറിയത് കേട്ടോ വീഴു. ഒരു ആക്സിഡന്റ് ഉണ്ടാവും. അതെ ഹായ് ഹായ്. ചേട്ടൻ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് അനങ്ങണായിരുന്നു. ഒരാൾ ഒരു സൈഡിൽ നിന്ന് തുഴഞ്ഞിട്ട് കാര്യമില്ല. ഒരാൾ ഒരു സൈഡിൽ നിന്ന് തുഴഞ്ഞ് കഴിഞ്ഞാൽ ഇത് വട്ടം കറങ്ങ് മാത്രമേ ഉള്ളൂ, ഇതൊരിക്കലും മൂവ് ആവില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കുളമായതുകൊണ്ട് ഈ കുളത്തിന് ഒഴുക്കൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന വെള്ളത്തിൽ കൊടുക്കുന്ന ഒരു ഫോഴ്സിൽ ഇത് മൂവ് ആവുന്ന മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ഒരു സൈഡിൽ നിന്ന് മാത്രം തുഴഞ്ഞു കഴിഞ്ഞാൽ ഇത് റൗണ്ടുള്ള കൊട്ടവഞ്ചി ആയതുകൊണ്ട് തന്നെ ഈ സാധനം വട്ടം കറങ്ങ് മാത്രമേ ഉള്ളൂ, ഇതൊരിക്കലും നേരെ പോകില്ല. അപ്പം നമ്മളിതൊരു 2 സൈഡിൽ നിന്ന് ഒരേ രീതിയിൽ തുഴയുകയാണെങ്കിൽ ഈ കൊട്ടവഞ്ചി കറക്റ്റ് നേരെ പോകും.
കറക്റ്റ് നമുക്ക് മാനേജ് ചെയ്യാൻ നല്ല എളുപ്പമാണ്. പക്ഷേ 2 സൈഡിൽ നിന്നും തുഴഞ്ഞു വരണം. പിന്നെ വേറെ പ്രശ്നമില്ല, വട്ടം ആയതുകൊണ്ടാണ് ഒരു സൈഡിൽ നിന്ന് തുഴഞ്ഞു കഴിഞ്ഞാൽ ഇത് കടന്ന് വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കുറേ തുഴഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങൾ പഠിച്ചു ഇതിൻ്റെ ഒരു സംഭവമൊക്കെ പിടികിട്ടി. അപ്പോൾ ആദ്യം കയറിയപ്പോൾ ഒരു ഐഡിയ ഇല്ലായിരുന്നു, എങ്ങോട്ട് തുഴഞ്ഞു കഴിഞ്ഞാൽ എങ്ങോട്ട് പോകണമെന്ന് പോലും അറിയത്തില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളൊരു അരമണിക്കൂറോളം യൂസ് ചെയ്തു കൊട്ടവഞ്ചി. അവസാനമൊക്കെ ആയപ്പോഴത്തേന് നന്നായിട്ട് പഠിച്ചു, വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല രസമായിരുന്നു. ഒഴുക്കില്ലാത്തതുകൊണ്ട് നമ്മുടെ കൊട്ടവഞ്ചി ഒരിക്കലും ഒഴുക്കിക്കൊണ്ട് പോകണമെന്നില്ല. നമ്മൾ തുഴഞ്ഞില്ലെങ്കിൽ ആ സാധനം അവിടെ സ്റ്റഡി ആയിട്ട് തന്നെ നിൽക്കും. നമ്മൾ തുഴഞ്ഞാൽ മാത്രമാണ് അത് മൂവ് ആവുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു അനുഭവമാണ് കിട്ടിയത്. കൊട്ടവഞ്ചി കയറിയിട്ട് അടിപൊളി സൂപ്പർ, നല്ല രസം. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കാൻ തുഴയാൻ അറിയില്ലേ, ഇങ്ങനെ കിടന്ന് കറങ്ങുമ്പോൾ ഒരു രസം. തുഴയാൻ പഠിച്ചില്ല, ഞാൻ പഠിച്ചില്ല. ഇപ്പൊ തുഴയാന് ഞാൻ ആദ്യമായിട്ടല്ലേ കയറണേ. ആദ്യമായിട്ടാ കയറുന്നത്, ഒരു വള്ളത്തിൽ കൂടി കയറിയിട്ടില്ല. തോന്നു സൂപ്പറാ. വേറൊരു കൊട്ടവഞ്ചിയോടെ ഉണ്ട്, ഞങ്ങൾ ഇടിക്കാൻ പോവാ. കറക്കി ഇങ്ങോട്ട്. നല്ല വെയിലാണ്, കുഴപ്പമില്ല. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ആസ്വദിക്കാം. ഒരു ആക്സിഡന്റ്. 2 കപ്പലുകൾ തമ്മിൽ കൂട്ടിയിടിച്ചു. നമുക്ക് അങ്ങോട്ട് പോകണ്ടേ? ചേച്ചി എന്താ വരാത്ത? കൊട്ടവഞ്ചി നല്ല അടിപൊളി ഒരു സംഭവം കേട്ടോ. നമുക്ക് തുഴഞ്ഞ് ഒരുപാട് ദൂരം പോകാൻ പറ്റില്ല, എന്നാലും നമുക്ക് തന്നെ ഇവിടെ ഇരുന്ന് തുഴഞ്ഞ് നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് തുഴഞ്ഞ് പഠിക്കുമോ. അതാണ് 2-3 പ്രാവശ്യം തുഴഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു രീതി മനസ്സിലാവും. അതനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് തുഴഞ്ഞ് പോകാം. നല്ല അടിപൊളി സംഭവം. ഇടൂ. അവിടെ തുഴഞ്ഞിട്ടോ, തണലത്തേക്ക് കൊണ്ടോ. തുഴഞ്ഞു ഒരു പരുവായിട്ടോ. വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുവാണ്. എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. അടിപൊളിയാണ്. 2 പേരുണ്ടെങ്കിലാണ് ഇത് കൊണ്ടുപോകാൻ പറ്റുന്നത്. ഒരു സൈഡിൽ നിന്ന് തുഴഞ്ഞു കഴിഞ്ഞാൽ വട്ടം കറങ്ങും, 2 സൈഡിൽ നിന്ന് തുഴഞ്ഞു കഴിഞ്ഞാൽ നേരെ പോകും. അയ്യോ കണ്ടോ, ഇങ്ങനെ ഒറ്റ കുത്തുകുത്തിയപ്പോൾ തന്നെ കറക്കൽ നിന്നു. തിരിച്ച് ഒറ്റ കുത്തിക്കണ്ടോ, ഇങ്ങനെ കുത്തിക്കഴിഞ്ഞാൽ കറങ്ങും, ഇങ്ങനെ കുത്തിക്കഴിഞ്ഞാൽ ആ റിട്ടേൺ കറങ്ങാനായിട്ട് നിൽക്കും. പരിപാടി വെള്ളത്തിന്റെ ഫോഴ്സിലാണ് പഠിക്കണം അല്ലേ? ചെറിയ പക്ഷേ ഒഴുക്കില്ലല്ലോ. ഇപ്പം നമ്മൾ ഇതിനകത്ത് ചെറുതായിട്ടൊരു മൂവ്മെന്റ് കൊടുത്താൽ അത് അനുസരിച്ച് മൂവാം. ഒഴുക്കില്ലാത്തതുകൊണ്ട് ഒഴുക്കുണ്ടെങ്കിൽ ഒഴുക്കിനനുസരിച്ച് പൊക്കോണ്ടിരിക്കും. ഇനിയിപ്പോൾ പെഡൽ ബോട്ട് കയറുന്നുണ്ടോ? പെഡൽ ബോട്ട് കയറുന്നുണ്ട്, അതുകൂടെ കേട്ട് നമ്മളിവിടെ നേരെ പോവാണ്. കൊട്ടവഞ്ചി എന്തായാലും നല്ലതാണ്. ഇവിടെ വന്നവരൊക്കെ കൊട്ടവഞ്ചി ഒന്ന് ട്രൈ ചെയ്യണം. നല്ല എക്സ്പീരിയൻസ്. ഞാൻ നേരത്തെ കൊട്ടവഞ്ചി കേട്ടുണ്ടെങ്കിലും അത് നമ്മുടെ കൂടെ ഒരു ഗൈഡ് വന്നിട്ട് പുള്ളിയാണ് ആ കൊട്ടവഞ്ചി തുഴയുന്നത്. നമ്മൾ ചുമ്മാ കയറി ഇരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ നമ്മളെ ഇഷ്ടം പോലെ തുഴഞ്ഞ് നമുക്ക് എങ്ങോട്ട് വേണേലും പോകാം. എങ്ങോട്ട് വേണമെന്ന് പറഞ്ഞാൽ ഒരുപാട് ദൂരമൊന്നുമില്ല, ഇവിടെ ഉള്ള സ്ഥലത്ത് നമുക്ക് എങ്ങോട്ട് വേണേലും പോയിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ തുഴയാനും പഠിക്കും, നമുക്കൊരു വെറൈറ്റി എക്സ്പീരിയൻസും കിട്ടും. അപ്പം അതൊരു നല്ലൊരു സംഭവമാണ്. അപ്പോൾ ഇവിടെ വരുന്ന എല്ലാവരും ഈ കൊട്ടവഞ്ചി ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. നല്ല അടിപൊളി ഒരു അനുഭവമായിരിക്കും. പിന്നെ ഇത് നമ്മുടെ ടിക്കറ്റിൻ്റെ കൂടെ ഉള്ളതാണ്, നമുക്ക് എക്സ്ട്രാ പേയ്മെൻ്റ് ഒന്നുമില്ല. ടിക്കറ്റിൻ്റെ കൂടെ നമുക്ക് എടുക്കുമ്പോൾ തന്നെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ കൂടെ ഉള്ള ഒന്നാണ് കൊട്ടവഞ്ചിയും പെഡൽ ബോട്ട് അങ്ങനെ കുറേ സംഭവമൊക്കെ. ആ ബോട്ടിന് മാത്രമാണ് എക്സ്ട്രാ പേയ്മെൻ്റ് ഉള്ളൂ, ബാക്കി അത്യാവശ്യം എല്ലാം ഫ്രീ ആണ്.
അപ്പോൾ ഞങ്ങൾ അടുത്ത് ഒരു പെഡൽ ബോട്ടാട്ടോ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ പെഡൽ ബോട്ടിൽ നമുക്ക് പോയിട്ട് നമുക്ക് കാഴ്ചകളൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ടിട്ട് വരാം. നമ്മളിപ്പം പെഡൽ ബോട്ടിലാണോ? പെഡൽ ബോട്ടിൽ മറ്റേനേക്കാളും സ്പീഡ്. കാല് വെക്കുന്ന കഴിക്കും. ഞാനതേട്ടാ ഇത് കൊട്ടവഞ്ചിയുള്ള ആ കുളത്തിലല്ല, ഇത് വേറൊരു കുളമാണ്. ഈ ബോട്ടിംഗ് എല്ലാം ഫ്രീ ആട്ടോ, നമുക്ക് ടിക്കറ്റിൻ്റെ കൂടെ ഉള്ളതാണ്. ചവിട്ടാച്ചിരി പാടാണ്. കൊട്ടാഞ്ചിക്കാനും നന്നായിട്ട് നമുക്കിത് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മൂവ്മെൻ്റൊക്കെ ലെഫ്റ്റോ റൈറ്റൊക്കെ അതാണ് തുഴയണ്ടേ. അത് നമ്മൾ ആദ്യം കണ്ട മീനൂട്ട് പാലം കേട്ടോ. അപ്പോൾ ആ ഒരു ഏരിയയിലാണ് അവർ ആ മീനുകളെയൊക്കെ വളർത്തുന്നത്. അപ്പോൾ മീനുകളെ വളർത്തുന്ന ആ പോർഷനിലേക്ക് പോകലെന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ പെഡൽ ബോട്ട് കൊണ്ട് പോകുമ്പോൾ ഇതിൻ്റെ അടിയിലത്തെ പെഡൽ വന്ന് മീനുകളെ അടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മീനുകളെ വളർത്തുന്ന ആ അടുത്തേക്ക് പോകലെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടെ വരുന്നവർ പെഡൽ ബോട്ടും കൊട്ടവഞ്ചിയൊക്കെ എന്തായാലും ട്രൈ ചെയ്യണം. സൺഡേ സാറ്റർഡേ ഒക്കെ നല്ല തിരക്കായിരിക്കും. ഇട ദിവസങ്ങളിൽ അത്ര വലിയ തിരക്ക് കാണില്ല, ഇത്ര ഏരിയ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്ക് വന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ സൈക്ലിങ്ങും ഷൂട്ടിങ്ങും അമ്പെയ്ത്തും അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. പിന്നെ ഫുഡിന് എക്സ്ട്രാ ആണ്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിന് നമുക്ക് എക്സ്ട്രാ പേയ്മെൻറ്റ് റെസ്റ്റോറൻറ്റ്സുകാരുടെ പേയ്മെൻറ്റാണ്, അത് വേറെയാണ്. പിന്നെ വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വെയിലൊന്നും ഇല്ല. നമുക്ക് കൊട്ടവഞ്ചി വല്ല പെഡൽ ബോട്ടൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് വല്ല വെയിലുള്ളൂ. ബാക്കിയെല്ലാം ഫുള്ള് ഇതാണല്ലോ, മരങ്ങളും എല്ലാം ആയതുകൊണ്ട് അത്ര വലിയ വെയിലൊന്നും അടിക്കില്ല. പിന്നെ വലിയ ചൂടൊന്നുമില്ല അങ്ങനെ. അപ്പോൾ ഒരു ദിവസം ഫുള്ള് നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാനുള്ള ഉണ്ട് കേട്ടോ. രാവിലെ തന്നെ വരണം. രാവിലെ 10 മണിക്ക് ഇവർ ഓപ്പൺ ആക്കും, 5 മണി വരെയാണ് ഉള്ളൂ. അപ്പോൾ നമ്മൾ മാക്സിമം 10 മണിക്ക് തന്നെ വരുവാണെങ്കിൽ നമുക്ക് ഇത് ഫുള്ള് കവർ ചെയ്യാൻ പറ്റും. ആക്ടിവിറ്റീസ് എല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ബോട്ടിങ് സർവീസിലെ എൻജോയ്മെൻറ്റ് എല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരുപാട് ഉച്ചയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓടി നടന്നതെല്ലാം കാണേണ്ടി വരും. ഇപ്പോൾ ഒരുപാട് 30 ഏക്കറോളം ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ബാക്കി ഏരിയയിലൊക്കെ ഒരുപാട് മരങ്ങളും കാടുകളൊക്കെയാണ്. എന്നാൽ തന്നെ നമുക്ക് ഒരുപാടൊന്നും നടക്കാനില്ല, കുറച്ചൊക്കെ നടക്കാനുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ സൈക്കിളൊക്കെ ഉണ്ട്. അപ്പോൾ സൈക്കിൾ നമുക്ക് അരമണിക്കൂർ എടുത്ത് ചവിട്ടി ഇതിലേക്ക് നടന്നെല്ലാം കാണുകയും ചെയ്യും. അപ്പോൾ രാവിലെ വരുവാണെങ്കിൽ നമുക്കൊരു ദിവസം ഫുൾ എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റിയ ഒരു ഏരിയ ആണ്. അപ്പം എല്ലാവരും ഒന്ന് വന്ന് ട്രൈ ചെയ്യുക, എനിക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. കുഴപ്പമൊന്നുമില്ല. ഫുള്ളൊരു ഡേ ഫുള്ളും നമുക്ക് എൻജോയ് ചെയ്യാനുള്ള സാധനങ്ങൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ പബ്ലിക് സ്വിമ്മിംഗ് പൂളും. അപ്പം ഇത് നമുക്ക് ടിക്കറ്റിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ്. 1 മണിക്കൂർ നമുക്കിത് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്ന ഓരോ അരമണിക്കൂറിനും 50 രൂപ വെച്ചിട്ട് ടിക്കറ്റ് എടുക്കേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് വേറൊരു പ്രൈവറ്റ് പൂളുണ്ട്. അത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പെർ ഹെഡ് 100 റുപ്പീസാണ്. ഇത് നമുക്ക് 4 മണി വരെ ഫ്രീ ആയിട്ട് നമുക്ക് 1 അവർ നമുക്ക് യൂസ് ചെയ്യാം. ഇതാണ് കേട്ടോ ഇവിടുത്തെ കിഡ്സ് പൂള്. അപ്പോൾ ഇതിനകത്ത് ചെറിയ ചെറിയ ആക്ടിവിറ്റി ഒക്കെ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ കിടപ്പുണ്ട്. ഫ്രണ്ട്സ്, നമ്മൾ ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായൊക്കെ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. ഒപ്പം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.